ഈശോമിശിഹായിൽ ഏറ്റവും പ്രിയമുള്ള അച്ഛന്മാരെ, പ്രിയപ്പെട്ട പ്രൊഫഷണലമ്മ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറ്റവും പ്രിയമുള്ള കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, സ്വർഗീയ സഭയിൽ വിശുദ്ധരോടും മാലാഖമാരോടൊപ്പം നമ്മുടെ കർത്താവും നാഥനുമായ ഈശോയുടെ തിരുപ്പിറവി ആഘോഷത്തിൽ പങ്കുചേരുവാൻ നമുക്ക് മുമ്പേ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ജെയിനി സിസ്റ്റർ യാത്രയാവുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നീതിമാന്മാരുടെ മരണം വിലയുള്ളതാണെന്നുള്ള വചനം നമ്മൾ ഓർമ്മിക്കുമ്പം വലിയ സമാധാനത്തോടും പ്രത്യാശയോടും കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയെ നമ്മളെ യാത്ര അയക്കുന്നത്. അത്രമാത്രം പ്രിയപ്പെട്ട ജൈനി സിസ്റ്ററിനെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവർക്ക് ഉറപ്പാണ് ഇത് ദൈവത്തിൻ്റെത് തന്നെ, ഇത് ദൈവത്തിൻ്റെത് തന്നെ എന്ന് അറിവുള്ളവർക്കെല്ലാം അറിയും വിധം കുഞ്ഞു പ്രായം മുതൽ കർത്താവിങ്കലേക്ക് കണ്ണു നോക്കി വളർന്ന അഴകുള്ള ഒരു ആത്മാവായി പ്രിയപ്പെട്ട ജൈനി സിസ്റ്ററിനെ ദൈവം വളർത്തിയതിനെ ഓർത്ത് നമുക്ക് തമ്പുരാൻ നന്ദി പറയാം. അങ്ങനെ ഒരു മനോഹര പുഷ്പത്തെ വളർത്തി തിരുസഭയ്ക്ക് ഒരു സമ്മാനമാകാൻ, പ്രത്യേകം വളർത്തിയെടുക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത മാവേലിത്തുരുത്തൽ കുടുംബത്തെ ഓർത്തും കൂടപ്പിറപ്പുകളായി ഈ പ്രിയപ്പെട്ട സഹോദരിക്കൊപ്പം വളരുകയും ഏറ്റവും അനുഗ്രഹമുള്ള വചനവും വിശ്വാസവും ആഴത്തിൽ ഈ കുഞ്ഞു പൈതലിൽ കുഞ്ഞു പ്രായത്തിൽ വേരുപാകുവാൻ വിലയോടെ കുഞ്ഞിനെ വളർത്തിയെടുത്ത പ്രിയപ്പെട്ട മാതാപിതാക്കളെയും പ്രിയപ്പെട്ട വല്യമ്മച്ചിയും ഒക്കെ ഈ സമയം തിരുസഭയുടെ നാമത്തിൽ നന്ദിയോടെ ഓർമ്മിക്കുകയും സഭയ്ക്കുള്ള വലിയ സ്നേഹവും വലിയ ആദരവും കുടുംബത്തെ പ്രത്യേകമായി ഈ സമയം സ്നേഹത്തോടെ അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്നു. വ്യക്തികളെ കുറിച്ച് അവരുടെ വേർപാടിന്റെ നേരങ്ങളിലും അവരുടെ എന്തെങ്കിലും ജീവിതത്തിന്റെ പ്രത്യേകത അവർ ആഘോഷിക്കുന്ന സമയങ്ങളിലുമൊക്കെ അവരുടെ ജീവിതത്തെക്കുറിച്ച് ശ്രേഷ്ഠമായ കാര്യങ്ങൾ പങ്കുവെക്കുക നമ്മുടെ ഒരു ശൈലിയാണ്. പക്ഷെ ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മളെ കുറിച്ചൊക്കെ പറയുമ്പം കുറച്ചുപേരൊക്കെ ഇങ്ങനെ അത്രയുണ്ടോ എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അവിടെ പ്രിയപ്പെട്ട ജൈനി സിസ്റ്റർ എല്ലാ വിധത്തിലും വേറിട്ട ഒരു വ്യക്തിത്വമായിട്ട് നിൽക്കുകയാണ്. ഈ പ്രിയപ്പെട്ട സഹോദരിയെ കുറിച്ച് എന്ത് പറഞ്ഞാലും ആരും നെറ്റിച്ചൊളിക്കുകയില്ല. അതിലേറെ ഉണ്ടല്ലോ എന്ന് പറയാൻ മാത്രമുള്ള മഹിമയുടെ ഒരു ജീവിതം ജീവിച്ച ഒരു സന്യാസ ശ്രേഷ്ഠതയുടെ ആൾരൂപത്തെയാണ്, സന്യാസ മഹാത്മ്യം മഹിമയോടെ പൂർത്തീകരിച്ച ദൈവത്തിന്റെ ഒരു പ്രിയ ആത്മാവിനെയാണ് നമ്മൾ മടക്കി അയക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഈ പ്രിയ സഹോദരിക്ക് യാത്രയപ്പ് നൽകുവാൻ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛന്മാർക്കും ഈ സഹോദരിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ കുടുംബാംഗങ്ങൾക്കും ഈ പ്രിയപ്പെട്ട സഹോദരിയെ ഒത്തിരി ആദരവോടെ സ്നേഹിക്കുകയും എപ്പോഴും സ്നേഹിച്ച് ആദരിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട സന്യാസിനി കൂട്ടായ്മയിലെ കൂടപ്പിറപ്പുകൾക്കും എല്ലാം പ്രിയപ്പെട്ട സഹോദരിയെ കുറിച്ച് ഏറെ കാര്യങ്ങൾ ഹൃദയത്തിൽ നന്ദിയോടെ ഓർമ്മിക്കാനും ധ്യാനിക്കുവാനും പറയാനും ഉണ്ട്. അവർക്കെല്ലാം പ്രതിനിധിയായിട്ടാണ് അച്ഛൻ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഏറെ പറഞ്ഞാൽ ചിലപ്പോൾ അത് പൂർത്തീകരിക്കുവാൻ ഈ സഹോദരിയുടെ ആഴമായൊരു ബന്ധമുള്ളത് കൊണ്ട് എനിക്കും ബുദ്ധിമുട്ടായിരിക്കും. അത്രമാത്രം സന്യാസത്തിന്റെ അനുഗ്രഹവും അഴകും ശ്രേഷ്ഠതയും തെളിച്ച് ജീവിച്ച ഒരു പുണ്യപ്പെട്ട നിഷ്കളങ്ക ആത്മാവായി ദൈവം വേർതിരിച്ചവളായിരുന്നു സിസ്റ്റർ ജെയിനി. പ്രിയപ്പെട്ട പ്രൊഫഷണലമ്മയോട് മകളെ കുറിച്ച് എന്താണ് അമ്മയ്ക്ക് പ്രത്യേകം ഒരു ഓർമ്മയായി പറയാനുള്ളതെന്ന് ചോദിച്ചപ്പം അമ്മ പറഞ്ഞു, അച്ഛാ, വിശ്വസ്തത ഒരു വാക്കിൽ എല്ലാം ഉണ്ടെങ്കിൽ അതായിരുന്നു ജെയിനി. അവൾ എന്തിലായിരുന്നു വിശ്വസ്തത പാലിക്കാതിരുന്നത്?
എല്ലാ കാര്യത്തിലും വിശ്വസ്തതയായിരുന്നു അവളുടെ മുഖമുദ്ര. ജീവിതത്തിന്റെ മുഴുവൻ വഴിത്താരകളിലും ദൈവം അറിയുന്ന ഒരു ജീവിതം ജീവിച്ച, വിശ്വസ്തതയുടെ ആ വിശുദ്ധ പാതകളിലൂടെ നിരന്തരം ജീവിച്ച ഈശോ മിശിഹ നഥാനിയേലിനെ നോക്കി പറയുന്നത് പോലെ കപടതയില്ലാത്ത നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരി, ദൈവത്തിന്റെ പ്രിയ പുത്രി. ബാച്ചുകാരോട് പ്രിയപ്പെട്ട സഹോദരിയെ കുറിച്ച് സംസാരിക്കുമ്പം അവർക്ക് വേറെ പറയാനുള്ളത്, സന്യാസ കൂട്ടായ്മയിലേക്ക് വന്ന നിമിഷം മുതൽ ഈ നിമിഷം വരെയും എല്ലാ വിധത്തിലും മാതൃകായോഗ്യമായത് മാത്രം നൽകി, എല്ലാ കാര്യത്തിലും ശാന്തതയോടെ എല്ലായ്പ്പോഴും പെരുമാറിയ, സന്യാസ നിഷ്ഠയോട് അസാധാരണമായ വീരോചിതമായ നിഷ്ഠ പുലർത്തിയ, ഉത്തരവാദിത്ത നിർവഹണത്തിൽ വല്ലാത്ത അസാധാരണത്വം നിർവഹിച്ചുകൊണ്ട് സൂക്ഷ്മമായി സഹോദരങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട പ്രിയപ്പെട്ട ജൈനി ഞങ്ങൾക്ക് അത്ഭുതമായിരുന്നു. ലോകത്തിന്റെ സമക്ഷം അസാധാരണമായ കഴിവുകളോ സിദ്ധികളെ ഒന്നും ഒരിക്കലും പ്രിയപ്പെട്ട ജൈനി പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷേ അസാധാരണമായ ആത്മസൗന്ദര്യം കൊണ്ട്, സമാധാനപൂർണമായ ആത്മീയ ജീവിതം കൊണ്ട് ജീവിച്ച കാലയളവുകളെ സൗമ്യമായി, അഴകോടെ, അനുഗ്രഹത്തോടെ തൊട്ടുപോയതുകൊണ്ട് ഈ പ്രിയപ്പെട്ട സഹോദരിയുടെ കൂടെ ജീവിച്ചവർക്കെല്ലാം അവൾ പ്രിയപ്പെട്ടവളായി. ആത്മാവിന്റെ അഴക് എന്തുമാത്രം അനുഗ്രഹമാണെന്ന് ഈ പ്രിയ സഹോദരി നമ്മുടെ മുമ്പിൽ ഓർമ്മിപ്പിക്കുമ്പോൾ അവളുടെ ഒരു നിഷ്ഠയായി, അല്ലെ അവളുടെ ഒരു ആഗ്രഹമായി അവൾ പ്രകടിപ്പിച്ച ഒരു കാര്യം, എനിക്ക് സ്വർഗത്തിൽ നേരെ പോയാൽ മതി എന്ന് പ്രിയപ്പെട്ടവരോട് ഇവൾ പറയുമായിരുന്നു എന്ന്. എനിക്ക് നേരെ സ്വർഗത്തിൽ പോയാൽ മതി, അതിനൊത്തൊരു ജീവിതം സ്വർഗമുണ്ടെന്നും ഈശോ കാത്തിരിക്കുന്നുണ്ടെന്നും ഉറപ്പുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് ജീവിച്ചതുകൊണ്ട് ദൈവം തമ്പുരാൻ അത് അറിഞ്ഞിട്ടായിരിക്കണം കഴിഞ്ഞ ഒരു വർഷക്കാലം സ്വർഗത്തിൽ നേരെ പോയാൽ മതി എന്ന് വാശി പിടിച്ച ഈ പ്രിയപ്പെട്ട സഹോദരിയെ അവിടുത്തെ സഹനത്തിന്റെ തീച്ചുളയില് എരിയിപ്പിച്ച്, അതിലൂടെ ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള കുറവുകളുണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായും കഴുകിക്കളഞ്ഞ് ഒരു ശുദ്ധ ആത്മാവായി ക്രിസ്മസിൽ തന്നെ ഈശോയുടെ സന്നിധിയിൽ മാലാഖമാരോടൊപ്പം വിശുദ്ധരോടൊപ്പം സ്തുതി പാടാൻ പ്രിയപ്പെട്ട നമ്മുടെ ജൈനി അമ്മയെ സ്വന്തമാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് പ്രിയപ്പെട്ട സഹോദരിയെ കുറിച്ച് ഏറെ പറയാനുണ്ട്. ജീവിച്ച് കൂടെ താമസിക്കുന്നവർക്കാണല്ലോ യഥാർത്ഥത്തിൽ നമുക്കുള്ളതും നമ്മുടെ പ്രത്യേകതകളും ഒക്കെ ഏറെ പറയാനുള്ളത്. അപ്പൊ അവർക്കൊക്കെ പറയാനുള്ളത്, ഞങ്ങളുടെ സഹോദരി ഞങ്ങളുടെ ആത്മീയ നിക്ഷേപമായിരുന്നു, ഞങ്ങളുടെ ആത്മീയ സമ്പത്തായിരുന്നു. പ്രാർത്ഥനയുടെ ഒരിക്കലും ആർക്കും കള്ളന് എടുത്തു കളയാൻ പറ്റാത്ത, തുരുമ്പ് കീടത്തിന് നശിപ്പിക്കാൻ പറ്റാത്ത യഥാർത്ഥമായ സമ്പത്തൊരുക്കി എന്നും തമ്പുരാൻ തന്ന സമ്മാനമായ സന്യാസത്തിന്റെ പൂർണ്ണത, അതിന്റെ തനിക്കാകുന്ന പരിപൂർണതയിൽ ജീവിക്കാൻ ശ്രമിച്ച സിസ്റ്റർ ജൈനി കുടുംബത്തിന് അനുഗ്രഹം ആകാതിരിക്കാൻ തരമില്ല എന്ന് നമുക്കറിയാം. വിശുദ്ധരാരാണെന്ന് ചോദിക്കുമ്പം അവർ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തോട് ഐക്യത്തിലായിരിക്കുന്നവരാണ്. കർമ്മലീത്ത പാരമ്പര്യത്തിന്റെ ഏറ്റവും മഹനീയമായ ദൈവൈക്യം എന്ന മഹനീയമായ ദൈവാനുഭവം പ്രാർത്ഥനാനുഭവത്തിലൂടെ, ധ്യാനത്തിലൂടെ, മനനത്തിലൂടെ, പ്രണിധാനത്തിലൂടെ ഒക്കെ തന്റെ ആത്മാവിന്റെ സ്വന്തമാക്കി കുഞ്ഞു പ്രായത്തിൽ
വീട്ടിലായിരിക്കുമ്പോഴേ ദൈവത്തിങ്കലേക്ക് കിട്ടിയ ആ ഒരു ദൃഷ്ടി ഒരിക്കലും മാഞ്ഞു പോകാതെ, ആ ദൃഷ്ടികൾ പതറിപ്പോകാതെ, അത് ലോകത്തിൽ ഒരിടത്ത് ഉടക്കിപ്പോകാതെ ദൈവ തിരു സാന്നിധ്യത്തിലേക്ക് നിരന്തരം നോക്കി ജീവിച്ച പ്രിയപ്പെട്ട ഈ ദൈവത്തിന്റെ പ്രിയപ്പെട്ട ആത്മാവ് കുടുംബാംഗങ്ങൾക്ക് പ്രാർത്ഥനയുടെ കരുതലും കരുത്തും കൊടുത്ത പ്രിയപ്പെട്ട സഹോദരിയായിരുന്നു. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ സത്യത്തിൽ കൂടുതൽ അനുഗ്രഹിക്കപ്പെടാൻ ദൈവം ഇടവരുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരിയെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കുന്നത് വഴിയായിട്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയും, അത് പ്രിയപ്പെട്ട ഈ സഹോദരിയുടെ വേർപാടിൽ വേദനിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾക്ക് ഒരു ആശ്വാസമായി മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും ചെയ്യുകയാണ്. കാരണം നിങ്ങൾക്ക് നഷ്ടമല്ല, നിങ്ങൾക്ക് വൻ നേട്ടമാണ് പ്രിയപ്പെട്ട സഹോദരിയുടെ വേർപാടിലൂടെ ലഭിച്ചിരിക്കുന്നത്. കാരണം സ്വർഗത്തിലെത്തുമെന്ന് ഉറപ്പുള്ളവർ സഭയ്ക്ക് മുഴുവൻ നേട്ടമായിട്ട് മാറുകയാണ്. അപ്പൊ നിങ്ങളെ ഏറെ ഹൃദയത്തോട് ചേർത്ത് സ്നേഹിച്ച പ്രിയപ്പെട്ട ജെയ്നി സിസ്റ്റർ, നിങ്ങളുടെ ഓരോരുത്തരുടെയും വളർച്ചയിലും നന്മയിലും ഒത്തിരി താല്പര്യം കാണിച്ച, നിങ്ങളുടെ സാഹോദര്യത്തിലും നിങ്ങളെന്നും കൂട്ടായ്മയോടെ ജീവിക്കുന്നതിലും ഏറെ സന്തോഷിച്ച പ്രിയപ്പെട്ട ജെയ്നി സിസ്റ്റർ, നിങ്ങളുടെ ജീവിതത്തിൽ മുൻപോട്ടുള്ള യാത്രാവീഥികളിൽ നിങ്ങൾക്ക് വലിയ ആത്മീയ കരുതൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് സ്വീകരിച്ചു തരുമെന്നുള്ള ഒരു ഉറപ്പ് ഈ പ്രിയപ്പെട്ട സഹോദരിയുടെ വേർപാടിൽ വേദനിക്കുന്ന സഹോദരി സഹോദരങ്ങൾക്കൊരു ആത്മീയ അനുഗ്രഹത്തിന്റെ പൂർണ്ണമായ ദൈവസന്നിധിയിലുള്ള ഒരു മുതൽക്കൂട്ടായി ദൈവം മാറ്റിയിരിക്കുന്നുള്ള ഒരു ഉറപ്പാണ് ഈ പ്രിയപ്പെട്ട സഹോദരിയെ സ്നേഹിക്കുന്നവരായ ഞങ്ങൾക്ക് കുടുംബാംഗങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ കാട്ടിയ കരുതലിന് നന്ദി പറയുകയാണ്. ഈ പ്രിയപ്പെട്ട സഹോദരി രോഗാതുരയായി കഴിഞ്ഞ 1 വർഷക്കാലം കഴിഞ്ഞപ്പോൾ സന്യാസ സഭയോടൊപ്പം നിങ്ങളും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് സന്യാസത്തിന്റെ മഹിമയെ പൂർണ്ണമായും സ്വീകരിച്ചുകൊണ്ട് തന്നെ അതിൽ നിന്നുകൊണ്ട് സഹോദരിക്ക് ആവുന്ന എല്ലാ നന്മകളും നൽകാനും കൂടെ നിന്ന് കൂട്ടായ്മ ഒരുക്കി രോഗത്തിന്റെ ഗൗരവതരമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഒറ്റയ്ക്കല്ല എന്നുള്ള വലിയ ബോധ്യം കൊടുക്കാനും നിങ്ങളുടെ സാമീപ്യവും സന്ദർശനവും സ്നേഹവും ഒക്കെ അധികമായി സഹായിച്ചു എന്നുള്ളതിന് പ്രത്യേകമായി പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക്, പ്രിയപ്പെട്ട ജസ് ചേച്ചിയുടെയും ജേസൺ ചേട്ടന്റെയും ജി ചേച്ചിയുടെയും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ്. നിങ്ങൾക്ക് സഭയുടെ പേരിൽ നന്ദി അർപ്പിക്കുകയാണ്. കുടുംബാംഗങ്ങൾ അച്ഛനോട് ഒരു കാര്യം പറഞ്ഞു. ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റാത്ത വിധം ഞങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്തോഷം ഈ സന്യാസിനി കൂട്ടായ്മയെ കുറിച്ചാണ്. എന്തൊരു സ്നേഹത്തോടും ആദരവോടും ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടിയാണ് ഈ സന്യാസ സഹോദരിമാർ, പ്രത്യേകിച്ച് ഈ കാർമൽ വില്ലായിലെ പ്രിയപ്പെട്ട മദറും പ്രിയപ്പെട്ട സിസ്റ്റർമാരും ഞങ്ങളുടെ സഹോദരിക്ക് വേണ്ടി അങ്ങേയറ്റത്തെ സൂക്ഷ്മ ശ്രദ്ധ. ഈ ഭൂമിയിൽ ഒരു കുടുംബജീവിതത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും കിട്ടാത്ത വിധത്തിലുള്ള സൂക്ഷ്മമായ ശ്രദ്ധയിലാണ് ഞങ്ങളുടെ സഹോദരി അവളുടെ ആ മരണാസന്നമായിരിക്കുന്ന സമയങ്ങളിൽ മുഴുവൻ കടന്നുപോയതെന്നും അവൾക്കൊപ്പം പ്രാർത്ഥിച്ചും സ്നേഹിച്ചും ഒപ്പം നിന്നും ഒരു കുറവുമില്ലാതെ കൂടെ നിന്നുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിയെ ഒരിക്കലും ഒരു കുറവ് വരുത്താതെ പരിചരിച്ച ഈ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് എങ്ങനെ നന്ദി പറയാൻ ഞങ്ങൾക്ക് വാക്കുകളില്ല എന്ന് സഹോദരനും സഹോദരിമാരും ഒക്കെ പറയുമ്പം എനിക്ക് വേറെ സന്തോഷം തോന്നി. പ്രിയപ്പെട്ട സന്യാസ കുടുംബത്തിലെ അംഗങ്ങളെ സ്നേഹത്തോടെ, അത് നമ്മുടെ പാരമ്പര്യമാണ്, അത് നമ്മുടെ അനുഗ്രഹമാണ്, നമ്മുടെ സഹോദരങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. ആ ഒരു ഉറപ്പാണ് നമ്മളെ സഹോദരങ്ങളെ ഏറ്റവും നന്നായി പരിപാലിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കൊരു നിമിഷം ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് മുമ്പേ സ്വർഗത്തിലേക്ക് ദൈവം സ്വന്തമാക്കിയവരാണ് സഭയിലെ വിശുദ്ധർ. പേര് ചൊല്ലപ്പെട്ട വിശുദ്ധരും പേര് ചൊല്ലിയിട്ടില്ലാത്ത ലക്ഷക്കണക്കിന് വിശുദ്ധരുമാണ് സഭയുടെ യഥാർത്ഥ സമ്പത്ത്. സന്യാസത്തിന്റെ മഹത്വ ശക്തിയൊന്നും ഒരിക്കലും ചോർന്നു പോകത്തില്ല. അത് ജീവിക്കുന്നവരിലൂടെ, അത് ശ്രേഷ്ഠമായി ജീവിക്കുന്നവരിലൂടെ
വീണ്ടും അത് ഉദിച്ചുയരുമെന്നുള്ളതാണ് പ്രിയപ്പെട്ട ജൈനി സിസ്റ്ററിന്റെ ഒക്കെ ജീവിതം ലോകത്തിനു മുമ്പിൽ വിളിച്ചു പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സന്യാസ ശ്രേഷ്ഠത, സന്യാസ മഹിമ കൂടുതൽ ജീവിക്കുവാൻ, കൂടുതൽ ശ്രേഷ്ഠമായി ജീവിക്കാൻ ഞങ്ങളെ ഒത്തിരി സഹായിച്ച പ്രിയപ്പെട്ട സഹോദരി ജൈനിക്ക് നന്ദി പറയുകയാണ്. നമുക്കിനി ഒരു നന്ദി പറയാൻ ഒരവസരം കിട്ടാത്തത് കൊണ്ട് പ്രിയപ്പെട്ട ഈ സഹോദരിക്ക് നമുക്ക് നന്ദി പറയാം. ഇത്രമേൽ നമ്മളെല്ലാം സ്നേഹിച്ച് മടങ്ങുന്ന പ്രിയപ്പെട്ട ജൈനി സിസ്റ്റർ, അവരുടെ യാത്രയുടെ നിയോഗം യഥാർത്ഥത്തിൽ നന്നായി ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ ഇനിയും ആയിരിക്കാം. കുച്ചുരഹസ്യ പുണ്യവതി പറയുന്നത് പോലെ, ഞാൻ സ്വർഗത്തിൽ ചെന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സ്വർഗീയ പുഷ്പങ്ങൾ ഞാൻ സ്വർഗത്തിൽ നിന്നും എപ്പോഴും നൽകിക്കൊണ്ടിരിക്കും. അതുപോലെ കർമ്മലയിലെ ഈ പ്രിയപ്പെട്ട മകളും സ്വർഗത്തിൽ ചെന്നിട്ടും നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ സന്യാസ കൂട്ടായ്മയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ഞാൻ പറയാതെ പോയൊരു കാര്യം, ഈ പ്രിയപ്പെട്ട മകളിലൂടെ പ്രത്യേകം ദൈവം അനുഗ്രഹിച്ച വലിയൊരു സമൂഹമായിരുന്നല്ലോ കുഞ്ഞുമക്കൾ, അധ്യാപകർ. സങ്കടക്കടലിൽ നീന്തുന്ന അനേകം പേർക്ക് പ്രത്യാശയുടെ തിരുനാളം കൊളുത്തി കൊടുക്കാൻ, മടുക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വലിയ കമ്മ്യൂണിക്കേഷൻ സിദ്ധികളൊന്നും സ്വാഭാവികമായിട്ട് ദൈവം നൽകിയിട്ടില്ലെങ്കിലും ആത്മാർത്ഥമായ സ്നേഹത്തിന്റെയും ഹൃദയലിവിന്റെയും ആത്മീയ ഭാഷയിലൂടെ ദൈവം തന്നെ ഏൽപ്പിച്ച കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമുള്ള ഈശോമിശിഹായുടെ സ്നേഹം ഇങ്ങനെ വിളമ്പിക്കൊടുക്കാൻ നിരന്തരം ബലയോടെ പരിശ്രമിച്ച ഈ പ്രിയപ്പെട്ട സമർപ്പിത അമ്മയിലൂടെ അനുഗ്രഹം പ്രാപിച്ച കുഞ്ഞു മക്കൾക്ക് വേണ്ടിയും ഇപ്പോൾ ദൈവതിരുസന്നിധിയിൽ ഈ പ്രിയപ്പെട്ട അമ്മയ്ക്ക് നന്ദി പറയുകയാണ്. ആ കുറെ കുഞ്ഞുമക്കൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ആ കുഞ്ഞുങ്ങളെയൊക്കെ രോഗാതുരതയായി മരണാസന്നയായി കിടക്കുമ്പോഴും അവർക്ക് വേണ്ടി തനിക്കാകും വിധമുള്ള വചനം പങ്കുവെക്കാനും അവർക്ക് പ്രാർത്ഥനകൾ പകർന്നു കൊടുക്കാനും ഒക്കെ ഈ സഹോദരി ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതും കേൾക്കാൻ സാധിച്ചു. അതെല്ലാം അവസാന ശ്വാസം വരെയും കർത്താവിന്റെ കാര്യങ്ങളിൽ വ്യാപരിക്കാൻ താല്പര്യം കാട്ടിയ ഒരു പ്രിയപ്പെട്ട സമർപ്പിതയുടെ മനോഹരമായ ഒരു ദൈവീക ഛായയാണ് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഈ സഹോദരി ഇന്ന് കർത്താവിന്റെ വലിയ സ്വീകരണം സ്വർഗത്തിൽ സ്വീകരിക്കുവാൻ മടങ്ങുമ്പം നമുക്ക് ആത്മാർത്ഥമായി ഈ സഹോദരിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. മനുഷ്യന്റെ പരിമിതികളും കുറവുകളും ദൈവത്തിന്റെ കരുണയാലാണ് മായ്ക്കപ്പെടുന്നത്. കർത്താവിനെ ഒത്തിരി സ്നേഹിച്ച, കർത്താവ് ഏറെ സ്നേഹിച്ച ഒരു മകള് മടങ്ങുമ്പം കർത്താവ് സന്തോഷിക്കുന്നു. കർത്താവ് സ്വീകരണത്തിനായി എല്ലാ കാര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു. മാനുഷികമായി ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും കുറവുകൾ, സ്വർഗപ്രാപ്തിയുടെ പൂർണ്ണതയ്ക്ക് എന്തെങ്കിലും കുറവുകൾ ഒരുക്കുന്നുണ്ട്. ഈ കുർബാനയിൽ നമ്മൾ ആത്മാർത്ഥമായി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പൂർണ്ണമായും ദൈവത്തിന്റെ മഹത്വം സ്വീകരിച്ച് ഈശോയുടെ വിശുദ്ധ സന്നിധിയിൽ പരിശുദ്ധത്തെ ആരാധിക്കുന്ന മാലാഖമാരോടും വിശുദ്ധരോടൊപ്പം ക്രിസ്മസിൽ പ്രിയപ്പെട്ട സഹോദരിയുടെ സാന്നിധ്യം കടന്നു ചെല്ലുന്ന അനുഗ്രഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയുകയും ദൈവമഹത്വത്തിലായിരിക്കുമ്പം നമ്മളെയും ഓർക്കണേന്നും നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയും നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണേന്നും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയോട് പ്രാർത്ഥനയും ചോദിച്ച് ദൈവതിരുസന്നിധിയിൽ ഈ അഴകുള്ള ആത്മാവിനെ നമുക്ക് സമർപ്പിക്കാം. ഒരു വാക്ക് കൂടി പറയുകയാണ്. അൽഫോൺസാമ ആ തിരുനാൾ ആഘോഷിക്കുന്ന സമയത്ത് ഒരിക്കൽ കല്ലറങ്ങാട്ട് പിതാവ് ഇങ്ങനെ പറഞ്ഞു, തന്റെ പ്രിയപ്പെട്ട വിശുദ്ധരെങ്ങനെയാണ് സഭയിൽ ഉണ്ടാകുന്നത്? ഈശോമിശിഹായാകുന്ന തായ്തണ്ടിനോടൊട്ടിച്ചേർന്ന വിശുദ്ധ ശാഖകളിൽ ഫലം നിറഞ്ഞ് തുളുമ്പിക്കഴിയുമ്പം ആ ഓരോ ശാഖയെ ദൈവം ഇങ്ങനെ അടർത്തിയെടുത്ത് സ്വർഗത്തിൽ അതിനെ സ്വീകരിക്കുന്നതാണ് ഓരോ വിശുദ്ധ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവൈക്യത്തിൽ ജീവിക്കാൻ നിരന്തരം പരിശ്രമിച്ച് സുവിശേഷത്തിന്റെ സുഹൃതങ്ങൾ, സുവിശേഷ ഭാഗ്യങ്ങളാണ് നമ്മൾ സുവിശേഷമായി വായിച്ചതെങ്കിൽ ആ സുവിശേഷ ഭാഗ്യങ്ങളിലെ ഓരോ സവിശേഷതകൾ അനുദിനം നിരന്തരം ഹൃദയത്തിൽ സ്വീകരിച്ച് കർത്താവിനെ തന്റെ പ്രിയപ്പെട്ടവർക്ക് വിളമ്പിക്കൊടുക്കാൻ നിരന്തരം പരിശ്രമിച്ച ഈ പുണ്യാത്മാവ് ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് ഇന്ന് പറിച്ചെടുക്കപ്പെട്ട് ദൈവം സ്വീകരിക്കുമ്പം അതൊരു വിശുദ്ധ ശാഖയാണെന്നുള്ള ഒരു വിശ്വാസത്തിന്റെ ബോധ്യത്തിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയുകയും കർത്താവിന്റെ തിരുസന്നിധിയിലുള്ള വിശുദ്ധരോടൊപ്പം നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണേന്ന്
നമുക്ക് പ്രത്യേകം പ്രിയപ്പെട്ട നമ്മുടെ സഹോദരിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിക്കുള്ള യാത്രയയപ്പ് ഏറ്റവും മഹത്വത്തോടുകൂടി നൽകാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. മാമോദീസ വഴി സ്വർഗരാജ്യത്തിന് അവകാശം